പൗരത്വ വിഷയമാണെങ്കിലും ശരി, ഇത്തരം വിഷയങ്ങളിലൊന്നും താങ്കൾ നേരത്തെ എടുത്ത നിലപാടിനോട് വല്ലാതെ രീതിയിൽ വ്യത്യാസപ്പെട്ട് നിൽക്കുന്നില്ലേ ബി ജെ പിയുടെ ആശയങ്ങൾ? ഇല്ല ഇല്ല. ഇല്ല ഇല്ല. അപ്പൊ താങ്കൾ ഏറെക്കുറെ ഞാനിത് രംഗത്ത് ഞാൻ പറഞ്ഞു ബി ജെ പി ആശയധാരയിൽ നിന്ന് വലിയ വ്യത്യാസപ്പെട്ട് കോൺഗ്രസിനകത്ത് നിൽക്കുമ്പോഴും നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പ് അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ സ്വതന്ത്രമായ ചില കാഴ്ചപ്പാടുകൾ ചില വിഷയങ്ങളിൽ ഇരിക്കണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് DCC ഭാരവാഹി ആയിരിക്കുന്ന സമയത്ത് തന്നെ ബി ജെ പിയുടെ നരേന്ദ്രമോദിയുടെ ലീഡർഷിപ്പിനെ താങ്കൾ അംഗീകരിച്ചിരുന്നു. തീർച്ചയായിട്ടും അല്ലേ? അദ്ദേഹത്തിന്റെ കഴിവിനെ അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ എതിരാളി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് സംസാരിച്ചു കാണും. അതൊക്കെ എന്റെ രാഷ്ട്രീയ ചുമതലയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയെ പുരോഗതിയിലേക്ക് നയിക്കാൻ ബി ജെ പിക്ക് കഴിയുകയുള്ളൂ, ഇന്ന് ബി ജെ പിക്ക് കഴിയുമെന്നുള്ള ധാരണയെ എന്റെ മനസ്സിലാക്കുന്നുണ്ട് ഇന്നുണ്ട്. കാരണം കോൺഗ്രസ് ഭാരവാഹിയിരിക്കുന്ന ഘട്ടത്തിലും അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും. കാരണം കോൺഗ്രസ് പൊടുന്നനെയുണ്ട് ഒരു 10 ദിവസം കൊണ്ട് മാത്രം ഉണ്ടായ ഒരു ആലോചന. നേരെ മറിച്ച് കോൺഗ്രസിനകത്ത് ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്, ഒരു ലീഡർഷിപ്പ് ഇല്ലാത്ത കോൺഗ്രസ്, കുടുംബാധിപത്യത്തിലേക്ക് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ്. ഞാനൊക്കെ അടിയന്തരാവസ്ഥയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കുടുംബാധിപത്യത്തിനെതിരെ സമരം ചെയ്ത ആളാണ്. അന്നത്തെ കേസുകാരാണ് നമ്മളൊക്കെ. കാനഡ അടക്കമുള്ള ആളുകൾ AICC പങ്കെടുത്തപ്പോൾ ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിര എന്ന് പറഞ്ഞപ്പോൾ അതിനെ എതിർത്ത് സമരം നടത്തി. KSU ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു കാലത്ത്. 36 നേതാക്കളാണ് ഒരൊറ്റ മാസം കൊണ്ട് കോൺഗ്രസിൽ നിന്ന് BJP യിലേക്ക് എത്തിയിരിക്കുന്നത്. അതിൽ ഒരാൾ താങ്കൾ കൂടിയാണ്. 37ാമത്തെ ആളാണ്. ഇനിയും വരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാർ. ഉറപ്പാണോ? ഉറപ്പ്. ഞാൻ കണ്ണൂരിൽ നിന്നുണ്ടാവും. എല്ലാവരും കാത്തു നിൽക്കുന്നത് പാർട്ടിയുടെ പുനഃസംഘടനയാണ്. ഇന്നലെ തിരക്ക് പിടിച്ച് കണ്ണൂരിലെ പ്രമുഖനായ അങ്ങ് പലപ്പോഴും കെ സുധാകരന്റെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരൻ കൂടി ആയിരുന്നതുകൊണ്ട് ഞാൻ തുറന്നു ചോദിക്കാനാണ്. അപ്പോൾ കെ സുധാകരന്റെ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ വളരെ ഓപ്പണായ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. കോൺഗ്രസ്സുകാരനായിരിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു താങ്കളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ലീഡർഷിപ്പിനെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് അങ്ങനെ കാഴ്ചപ്പാടുണ്ട്. കെ സുധാകരന്റെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ BJPയുടെ നേതൃത്വത്തെക്കുറിച്ച് ഒരു അനുകൂലമായ മനോഭാവമുണ്ട്. സത്യസന്ധമായി അങ്ങ് പറയണം. നമ്മൾ ഈ കടപ്പുറത്ത് ഞാൻ അങ്ങനെ പറയില്ല. അത് പൊതുവെ ആൾക്കാർ അങ്ങനെ പറയുന്നത്. നമ്മുടെ സ്വകാര്യമായ സംഭാഷണത്തിൽ പലതും പറഞ്ഞിട്ടുണ്ടാവും, പല ചർച്ചകളും നടത്തി. തള്ളിക്കളയുന്നില്ല. അത് പറയുന്നത് ശരിയല്ല. പറഞ്ഞിട്ടില്ലെന്ന് രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ്. അതിൽ ഇതൊരു വിഷയമായിരിക്കുന്നു. പക്ഷെ അതുകൊണ്ട് സുധാകരൻ നാളെ BJPയിലേക്ക് പോകുന്നു ഞാൻ പറയില്ല. രാഷ്ട്രീയം എനിക്ക് പറയാൻ. പക്ഷേ മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് എത്തിയേക്കാം കേരളത്തിലെ സംഘടന കഴിഞ്ഞാൽ. പുനഃസംഘടനക്ക് ഇപ്പോഴും തിരക്കിട്ട് 77 പേരുടെ പേര് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ 100ഓളം ഭാരവാഹികൾ കേരളത്തിൽ രാജിവെച്ച് കോൺഗ്രസ് ചേരും. ഇപ്പോഴും DCC പുനഃസംഘടന എന്ന് പറഞ്ഞ ആളുകളെ പിടിച്ചു നിർത്താം. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു 25ഓളം DCCയുടെ ഇന്നത്തെ നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകും. വിട്ടുപോകും. 25 പേര് DCC. അത് എനിക്കറിയില്ല. പക്ഷെ കോൺഗ്രസ് വിട്ടുപോകും. അവരെ പലരോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങളെയൊക്കെ തന്നെ DC ഭാരവാഹിയാക്കുന്ന. ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കണ്ണൂരില് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനത്ത് നീക്കം ചെയ്യപ്പെട്ട കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാർ സമാന്തര യോഗം ചേർന്നു. ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ പ്രതീക്ഷിച്ചു നിൽക്കുന്നത് ഇതിനകത്ത് ഒരു പുനഃസംഘടനയാണ്. ഇതിനകത്ത് പുനഃസംഘടന നടക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ഒരു പുനഃസംഘടന ഉണ്ടാവില്ല. പാർട്ടി 25 DCC ഭാരവാഹികൾ പാർട്ടി വിട്ടുപോകും. തീർച്ചയായിട്ടും അല്ലെ? എനിക്കൊന്നു താങ്കൾക്കൊപ്പം പാർട്ടി വിട്ടുവന്ന കുറച്ച് പേരുണ്ടായിരുന്നു. എന്താണ് നമുക്കൊന്ന് കാണാം. അവരെ കൂടി ഒന്ന് കണ്ടേക്കാം. ഒരിക്കൽ കൂടി നമുക്ക് കണ്ടേക്കാം. നിങ്ങൾക്കും ഈ ആത്മസംഘർഷങ്ങളൊന്നും ഇല്ലല്ലോ? ഇല്ല. അതായത് രഘുനാഥിന്റെ ലീഡർഷിപ്പ് അംഗീകരിച്ചുകൊണ്ട് വരുന്നതാണ് അല്ലെ? നിങ്ങളും പാർട്ടിയിൽ അപകടം നേരിട്ടവരാണോ? ആണ് അല്ലെ? ഇനിയും കുറച്ച് നേതാക്കൾ കൂടി വരാൻ സാധ്യതയുണ്ടോ സുഹൃത്തുക്കൾ? തീർച്ചയായിട്ടും. എന്താ അവസ്ഥ? ഇപ്പൊ രഘുനാഥ് പറയുന്നത് 25 DCC ഭാരവാഹികൾ പാർട്ടിയിൽ നിന്ന് മാറാൻ പോവാണെന്നാണ്. അത് 25 അതിൽ കൂടുതൽ തന്നെ വരും അല്ലെ? ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പോക്ക് ആ രീതിയിലാണ്. നയിക്കാനൊരു ലീഡർ ഇല്ല രീതിയിൽ അല്ലെ? അങ്ങനെ കാര്യങ്ങൾ പോകുന്നു.